തിരുവനന്തപുരത്ത് ആശുപത്രി കെട്ടിടത്തിലെ കോൺക്രീറ്റ് കഷ്ണം അടർന്നു വീണ് സ്ത്രീക്ക് പരിക്ക്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് അപകടം. ചികിത്സയ്ക്കെത്തിയ നൌഫിയ നൌഷാദിനാണ് പരിക്കേറ്റത്. ഉപ്പായെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓർത്തോ ഒപ്പിൽ പോയി. ഓർത്തോ ഇല്ലാത്തതുകൊണ്ട് നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ PMR ഒപ്പിൽ കാണിച്ചു. ആ സമയത്ത് അവിടെ ഡോക്ടർ 9 മണി കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് ഹോസ്പിറ്റലിൻ്റെ മണ്ടേന്ന് ആ കോൺക്രീറ്റ് ഇതെല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് കൈയുടെ ഷോൾഡറിലും നടുവിലായിട്ടൊന്ന് ഇടിച്ച് കൈ നല്ല ചതഞ്ഞ് കിടന്നതായി. പിന്നെ അവർ എക്സ്റേ എടുക്കാൻ പറഞ്ഞ് എക്സ്റേ എടുത്ത് പൊട്ടലായിട്ടൊന്നുമില്ല, പക്ഷെ കൈ നല്ല വേദന ഉണ്ട്. കഴുത്തിൻ്റെ ഈ സൈഡൊക്കെ നല്ല വേദനയായിട്ട് കൈ നല്ല വേദന ഉണ്ട്. ഇപ്പോഴും നല്ല വേദന ഉണ്ട്. കൈ അനക്കണ്ടെന്ന് അവർ പറഞ്ഞു, വെയിറ്റൊന്നും എടുക്കണ്ട, 2 ആഴ്ചത്തേക്ക് ഇങ്ങനെ ഇട്ടേക്കണമെന്ന് അവർ പറഞ്ഞു. അവർ തന്നെ ആൾക്കാരെല്ലാവരും കൂടി വന്ന് കാഷ്വാലിറ്റി കൊണ്ടുപോയി കാണിച്ച് അവർ എന്നെ കൂടെ വരുന്ന സമയം വരെ അവർ കൂടെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും സഹകരിക്കുകയും ചെയ്യുന്നു. സിജോ വിജോണുണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, നൌഫിയ പറയുന്നത് കേൾക്കൂ. വലിയ രീതിയിലുള്ള ഒരു പരിക്ക് അവർക്ക് പറ്റിയിട്ടുണ്ട്. അവർക്ക് ഇപ്പോഴും വേദനയാണെന്ന് പറയുന്നു. ഒരു ജില്ലാ ആശുപത്രിയിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് അവിടെ സംഭവിച്ചത്. എന്താണ് ശരിക്കും ഉണ്ടായത്? ഇന്ന് രാവിലെ 9 മണിയോടെയാണ് അപകടം. ബന്ധുവിനെയും കൂട്ടി വന്നതാണ്, ബന്ധുവിനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നൌഫിയ കൂടെ പോന്നു. അങ്ങനെ ഡോക്ടറെ കാത്തിരിക്കുകയാണ്. ഒപ്പിയിൽ കാത്തിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തേക്ക് കോൺക്രീറ്റ് കഷ്ണങ്ങൾ അടർന്ന് വീഴുന്നത്. കഴുത്തിലും അതോടൊപ്പം തന്നെ കയ്യിലുമൊക്കെയാണ് ഈ കോൺക്രീറ്റ് കഷ്ണങ്ങൾ വീഴുന്നത്. നമുക്ക് കാണാം, ഇതിലധികം ഇടങ്ങളിൽ നിന്ന് ആ കഷ്ണങ്ങൾ വീണിട്ടുണ്ട്, അടർന്നു പോകുന്നതായി കാണുന്നുണ്ട്. അതിൽ ചില കഷ്ണങ്ങൾ ദേഹത്തോട്ട് വീണു. നല്ല ഉയരത്തിൽ നിന്ന് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല ശക്തമായ വേദന ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ചതവുണ്ടായിട്ടുണ്ട്, പക്ഷേ പൊട്ടലൊന്നുമില്ല. അവരതിന് ശേഷം അവിടെ നിന്ന് ആശുപത്രിയിൽ എക്സ്റേ സംവിധാനം ഉണ്ടായിരുന്നില്ല, അത് പ്രവർത്തിക്കുന്നില്ല. പിന്നീട് പുറത്തു നിന്ന് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി, പക്ഷേ പൊട്ടൽ ഒന്നുമില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും നല്ല വേദനയുണ്ട്, ചതവുണ്ട് എന്നുള്ളതുകൊണ്ട് നല്ല വേദനയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നമ്മളവിടെ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നപ്പോഴോ ഏറെ കാലപ്പഴക്കമുള്ള, അങ്ങനെ ഒത്തിരി വർഷങ്ങളോളം പഴക്കമുള്ള ഒരു കെട്ടിടമല്ല. പക്ഷേ എന്തായാലും അതിങ്ങനെ അടർന്നു വീഴുന്നു. ഒരുപക്ഷെ നിർമ്മാണത്തിലെ അപാകത പ്രശ്നങ്ങൾ കൊണ്ടോ കാര്യങ്ങളുണ്ടാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത് നോക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അങ്ങനെ അതിനു മുമ്പ് ഈ ആശുപത്രിയിൽ അത്തരത്തിൽ ഈ അപകടങ്ങൾ ഉണ്ടായിട്ടില്ല, ഇത്തരത്തിൽ കഷ്ണങ്ങളൊന്നും അടർന്നു വീണ അപകടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിപ്പോൾ നാളെ ആരോഗ്യവകുപ്പ് അധികൃതർ പറയുക അത് സിസ്റ്റത്തിൻ്റെ പ്രശ്നം എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണല്ലോ ഇപ്പോൾ പൊതുവെ കാര്യങ്ങൾ പറയുന്നത്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. ഇതിപ്പോൾ എന്തെങ്കിലും സിസ്റ്റത്തിൻ്റെ പ്രശ്നമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് കാരണം ആളുകളുടെ കൃത്യമായി തന്നെ പരിശോധിക്കാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങൾ കൂടി ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ശരിയാണ് സിജോ സൂചിപ്പിച്ചതുപോലെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമല്ല, ആരോഗ്യവകുപ്പിൻ്റെ തന്നെ പ്രശ്നമാണ്. കൃത്യമായ പരിശോധന വേണ്ട ഒരു സംഭവമാണ് അത്.